ഹായ് മക്കളെ, ഈ SSLC ടൈം ടേബിൾ ഉണ്ടല്ലോ, കുറച്ച് ചൊറ പിടിച്ച ടൈം ടേബിൾ ആട്ടോ. അതായത് മോഡൽ എക്സാം ആയിട്ട് നമുക്ക് 10 ദിവസത്തിന് ശേഷമാണ് പരീക്ഷ തുടങ്ങുന്നത്. പക്ഷെ തുടങ്ങുന്ന ആദ്യത്തെ 2 പരീക്ഷയോ ഒന്ന് എല്ലാവർക്കും ഏറ്റവും എളുപ്പമുള്ള ഫസ്റ്റ് ലാംഗ്വേജും അതേപോലെ തന്നെ പിന്നെ ഇംഗ്ലീഷും. പിന്നെ മൂന്നാമത്തെ പരീക്ഷ ആണെങ്കിൽ മാത്സ് ആണ്. അതിന് കുറേ ദിവസം സ്റ്റഡി ടൈം ഉണ്ട്. പക്ഷെ അതിനുശേഷമുള്ള മിക്കവാറും പരീക്ഷയ്ക്ക് ഒരൊറ്റ ദിവസമാണ് സ്റ്റഡി ടൈം ഉള്ളത്. ഇന്ന് പരീക്ഷയാണ്, നാളെ ലീവ്, മറ്റന്നാൾ വീണ്ടും പരീക്ഷ. ഇത് നല്ലതല്ലേ എന്ന് കരുതുകയാണെങ്കിൽ ചില കുട്ടികളുടെ പ്രശ്നം എന്താണോ, ഈ മോഡൽ എക്സാം കഴിഞ്ഞിട്ടുള്ള സമയം എങ്ങനെ പഠിക്കണം, ആദ്യത്തെ പരീക്ഷ ലാംഗ്വേജ് പഠിക്കണം അല്ലയോ എന്നുള്ളത്. ആൻഡ് ഇന്ന് വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഫെബ്രുവരി 29-ാം തീയതിയാണ്. അടുത്ത 3 ദിവസങ്ങൾ, 1, 2, 3 ദിവസങ്ങൾ നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നറിയാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. ആൻഡ് ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്ലാന് കിട്ടും. ആൻഡ് ഒരു കാര്യം ഞാൻ എന്ത് ചെയ്തുതരാം, ഇപ്പോൾ നിങ്ങൾക്ക് ഉറപ്പ് തരാണ്, ഇനിയും സമയം വൈകിട്ടില്ല. ഇനി അങ്ങോട്ടുള്ള ദിവസം നിങ്ങളുടെ പരീക്ഷ കഴിയുന്നത് വരെ എല്ലാ ഡിസ്ട്രാക്ഷൻസും മാറ്റിവെച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് SSLCക്ക് ഫുൾ A+ തന്നെ നേടാൻ പറ്റും. അങ്ങനെ നേടിയ ഒരുപാട് കുട്ടികളുണ്ട്. ഒരൊറ്റ കാര്യം മാത്രം, നിങ്ങൾ എഫേർട്ട് എടുക്കാൻ റെഡി ആയിരിക്കണം. ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളും 5ഉം 8ഉം 10ഉം മണിക്കൂർ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഒരു സംശയമില്ല, നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ഒന്നും പഠിക്കാത്ത കുട്ടിയാണെങ്കിലും നന്നായി പഠിച്ച കുട്ടിക്ക് അത് 5 എന്ന് പറയുന്നത് 3ഓ 2ഓ ഒക്കെ ആയാൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ? കാര്യം ക്ലിയർ അല്ലേ? അപ്പം എങ്ങനെ പഠിക്കണം എന്നാണ് ഇനി ഞാൻ പറയുന്നത്. സോ ഏറ്റവും ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നിങ്ങളുടെ ടൈം ടേബിൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, യെസ്, 4-ാം തീയതി നമ്മളുടെ പരീക്ഷ തുടങ്ങും. അത് എന്താണ്, ഫസ്റ്റ് ലാംഗ്വേജ് ആണ്. നിങ്ങളുടെ അറബിക്കും ഉറുദുവും മലയാളമൊക്കെ ഉള്ള സംസ്കൃതം ഉള്ളത്. 6-ാം തീയതി ഇംഗ്ലീഷാണ്. ഒരൊറ്റ ദിവസം അവധിക്ക് ഇംഗ്ലീഷാണ്. അതിനുശേഷം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 3 പരീക്ഷയ്ക്ക് 1-ൽ കൂടുതൽ ദിവസം അവധി കിട്ടുന്നുണ്ട്. അത് ഒന്ന് മാത്സ് ആണ്. മാത്സിന് 7, 8, 9, 10 4 ദിവസമുണ്ട്. അതേപോലെ ഹിന്ദിക്ക് 2 ദിവസമുണ്ട്, 16ഉം 17ഉം. അതേപോലെ തന്നെ സോഷ്യലിനും വീണ്ടും 2 ദിവസമുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ മുഴുവൻ പഠിച്ചു കഴിഞ്ഞ കുട്ടിയാണെങ്കിലും ഒന്നും പഠിക്കാത്ത കുട്ടിയാണെങ്കിലും എനിക്കറിയാം നിങ്ങൾക്ക് ഏറ്റവും ടഫുള്ള സബ്ജക്റ്റ് ഇതായിരിക്കും എന്നുള്ളത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, എത്ര എളുപ്പമാണെങ്കിലും എന്താണ്, ബുധനാഴ്ചത്തെ സെക്കൻഡ് ലാംഗ്വേജ് കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച നിങ്ങൾക്ക് ഫിസിക്സ് എന്ത് ചെയ്യാനാവില്ല, ഫിസിക്സ് പഠിച്ച് തീരാത്ത കുട്ടികൾക്ക് ഒരു ദിവസം കൊണ്ട് റിവൈസ് ചെയ്യാനാവില്ല, അല്ലെ പഠിക്കാനാവില്ല. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, എത്ര ടഫ് ആയിക്കോട്ടെ മാത്സും ഹിന്ദിയും സോഷ്യലും, നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ അത് പഠിക്കരുത്. പകരം എന്ത് ചെയ്യാം, ഒരു ദിവസം അവധിയുള്ള സാധനങ്ങളാണ് പഠിക്കണം. അപ്പോൾ സാറേ ലാംഗ്വേജ് ഇംഗ്ലീഷ് എന്ത് ചെയ്യും? മക്കളെ, മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ലാംഗ്വേജ് ആയിക്കോട്ടെ അതേപോലെ തന്നെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇനി അങ്ങോട്ടുള്ള രാത്രികളിൽ രാത്രി 7 മണിക്ക് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ലാംഗ്വേജ് പഠിക്കുക. 1-ാം തീയതിയും 2-ാം തീയതി എന്ത് ചെയ്യുക, രാത്രി 7 മണിക്ക് നിങ്ങൾ ലാംഗ്വേജ് പഠിക്കുക. എന്നിട്ട് ഇനി പഠിച്ച് തീരാത്ത കുട്ടികളുണ്ടെങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്തോ, രാവിലെ അതൊന്നും കൂടെ എടുത്ത് റിവൈസ് ചെയ്തോ, രാവിലെ 1 മണിക്കൂർ. ബാക്കി പകലുകൾ മുഴുവൻ എന്തായിരിക്കണം, പകലുകൾ മുഴുവൻ നിങ്ങൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, നിങ്ങൾ ഉപയോഗിക്കണം. അതേപോലെ തന്നെ ഇംഗ്ലീഷ് എക്സാമിൻ്റെ ഒരു ദിവസത്തേതാണുള്ളത്. അപ്പോൾ ആ ഇംഗ്ലീഷ് എക്സാമും ഫിസിക്സൊക്കെ എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് മക്കളെ പകൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഈ ഒരു ചാനലിൽ തന്നെ ഇംഗ്ലീഷിനും ബയോളജിക്കും കെമിസ്ട്രിക്കൊക്കെ വരാൻ പോകുന്ന എല്ലാ ടൈപ്പ് ചോദ്യങ്ങളുടെയും വീഡിയോസ് ഓൾറെഡി ഈ ചാനൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ ആകെ അതിൻ്റെ ഓരോ പ്ലേലിസ്റ്റും എന്ത് ചെയ്ത് തരാം, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതിൻ്റെ കൂടെ എന്താ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, അത് കൃത്യമായി കാണാം. പിന്നെ സാറേ രാത്രി ലാംഗ്വേജ് എങ്ങനെ പഠിക്കും? നോക്കിക്കോ, നിങ്ങൾക്ക് എന്താണ്, മലയാളം, അറബിക്ക്, സംസ്കൃത്, ഉറുദു. ഒരു കാര്യം ഞാൻ ഇത് വെറുതെ തള്ളുകയല്ല കേട്ടോ. ഈ ക്ലാസ് ഇവരാരെയും ക്ലാസ് കണ്ട കുട്ടികളോട് നിങ്ങൾ ചോദിച്ചാൽ മതി. കേരളത്തിൽ ഇപ്പം ഈ ലാംഗ്വേജസ് പഠിപ്പിക്കാൻ ഇവരെ കഴിഞ്ഞു മാത്രം, ഉറുദുവിന് നമ്മൾ പുതിയ സാറാണ്, ഫോട്ടോ എനിക്ക് കിട്ടിയില്ല, പക്ഷേ സാറെ ക്ലാസ് അത്ര അടിപൊളിയാണ്. എന്താണ്, ഇവരെ കഴിഞ്ഞ് മാത്രമേ ലാംഗ്വേജസ് പഠിപ്പിക്കാൻ ആളുള്ളൂ. രാത്രി 7 മണിക്ക് ഇനി അങ്ങോട്ടുള്ള ദിവസം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു സംശയമില്ല, നിങ്ങൾക്ക് എന്തായിരിക്കും, നിങ്ങൾക്ക് ലാംഗ്വേജിൽ A+ കുറഞ്ഞ ഒന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ഞങ്ങളെ ഗ്യാരണ്ടിയാണ്. ആൻഡ് ഇവരുടെ ലൈവുകൾ നോക്കുകയാണെങ്കിൽ അറബിക്കും സംസ്കൃതവും അറബിക്കും മലയാളവും നാളെ 1-ാം തീയതി മുതൽ എന്ത് ചെയ്യും, 1-ാം തീയതി മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പാർട്ട് 1 മാർച്ച് 1-ാം തീയതി 7 മണിക്ക് അതുണ്ടാവും. നമ്മൾ അറബിക്കും മലയാളവും നമ്മൾ തരും. അതേപോലെ തന്നെ 2-ാം തീയതി 7 മണിക്ക് സെക്കൻഡ് പാർട്ടായിട്ട് എന്ത് ചെയ്യും, നമ്മൾ ജയ്സൽ സാറും ഷഹീർ സാറും അറബിക്കും മലയാളവും നാളെ തീർക്കും. അപ്പോൾ സാറേ സംസ്കൃതവും ഉറുദു എന്ന് ചോദിക്കുമ്പോൾ മാർച്ച് 3, അതായത് നിങ്ങളുടെ ആദ്യത്തെ SSLC എക്സാമിൻ്റെ തൊട്ടു തലേ ദിവസം രാത്രി 7 മണിക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ള 4 ലാംഗ്വേജസിൻ്റെയും വെടിക്കെട്ട് റിവിഷൻ ഉണ്ടാവും.
നമ്മളെ സംബന്ധിച്ച് വെടിക്കെട്ട് വീക്ഷണം ഈ ചാനൽ. എല്ലാ ലൈവുകളും രാത്രി 7 മണിക്കാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. 1-ാം തീയതിയും 2-ാം തീയതിയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും അറബിക്കിൻ്റെയും മലയാളത്തിൻ്റെയും ലൈവുകൾ രാത്രി 7 മണിക്ക്. ഞായറാഴ്ച അറബിക്ക്, മലയാളം, സംസ്കൃതം, ഉറുദു ഈ 4 സബ്ജക്റ്റുകളുടെയും ലൈവ് 7 മണിക്ക് തന്നെ ഉണ്ടാവും. അതുമാത്രം നിങ്ങൾ ആ സബ്ജക്റ്റിൽ പഠിച്ചാൽ മതി. ബാക്കി പകലുകൾ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്തത് പഠിക്കുക. അതും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. എല്ലാ സാധനങ്ങളും എന്താണ് കമൻറ്റിൽ ഞാൻ പ്ലേലിസ്റ്റ് പിൻ ചെയ്ത് വെക്കാം. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ടെൻഷൻ അടിക്കാതെ ഇനി അങ്ങോട്ടുള്ള ദിവസം 8 മണിക്കൂർ വെച്ചൊന്ന് പഠിച്ചു നോക്ക്. കിട്ടും. ഞാൻ അവസാനം വരെ ഞങ്ങൾ കൂടെ ഉണ്ടാവും. ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം കേട്ടോ. ശരി.